അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുസൈഡുകൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈമാനിക ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നാം ഒരു പഠനം നടത്തേണ്ട അനിവാര്യതയുണ്ട്. പഴയ കാലങ്ങളിൽ 99.9% അമുസ്ലിമീങ്ങളുടെ ഇടയിലാണ് ഇത്തരം സുസൈഡുകൾ സംഭവിക്കാറുള്ളത്. അതിനേക്കുള്ള കാരണം അന്ത്യനാളിനെ കൊണ്ടും പുനർജന്മത്തെ കൊണ്ടും സ്വർഗം നരകം കൊണ്ടും ഏക ഇലാഹിനെ കൊണ്ടുമുള്ള വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അത്തരം മുസീബത്തുകളിലേക്ക് അമുസ്ലിമീങ്ങളായ ആളുകൾ ചെന്നെത്താറുള്ളത്. ഈമാനുള്ള അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്ന, ബർസഖിയായ ഖബറിൻ്റെ ലോകത്തിനെ പറ്റി ചിന്തിക്കുന്ന, ഇസാബിനെ പറ്റി ചിന്തിക്കുന്ന, മീസാനെ പറ്റി ചിന്തിക്കുന്ന, സുറാത്തുൽ മുസ്തഖീമിനെ പറ്റി ചിന്തിക്കുന്ന, സ്വർഗം നരകം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിക്ക് അത് ചെയ്യാൻ സാധ്യമേ അല്ല എന്നുള്ളതാണ്. കാരണം ഈമാനിൻ്റെ ആറാമത്തെ ഒരു കാര്യമാണ് അൽ ഈമാനു ബിഖദ്രി ഖൈരിഹി വശരി മിനല്ലാഹി തആല. ഏത് ഖൈറായ കാര്യങ്ങളാകട്ടെ ശർറായ കാര്യങ്ങളാകട്ടെ എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖദർ ഖലാ കൊണ്ടാണ് എന്ന് വിശ്വസിക്കൽ ഒരു മുഅ്മിനിക്ക് നിർബന്ധമാണ്. ഇത്തരം അപകടത്തിലേക്ക് എങ്ങനെയാണ് ചെന്നെത്തുന്നത്? വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? അള്ളാഹുവിനോടുള്ള ഈമാന് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇത്തരം അബദ്ധങ്ങളിലേക്ക് ചെന്നെത്തുക? സുബ്ഹാനല്ലാഹ്, ഏത് മുസീബത്ത് വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടാലും ഇസ്ലാം ഇവിടെ സുസൈഡാക്കാനുള്ള അനുമതി ഒരിക്കൽ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുസൈഡിലേക്ക് ചെന്നെത്താനുള്ള കാരണങ്ങളെ തൊട്ട് ആദ്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. കള്ളുകുടിയും കഞ്ചാവും വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് ബിസിനസ്സുകൾ, മൊബൈലുകളിൽ, ഓൺലൈനുകളിൽ, ഫേസ്ബുക്കുകളിലൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ പിന്നാലെ ഒക്കെയും വഞ്ചിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ ലക്ഷക്കണക്കിനുള്ള സമ്പത്തുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ഭാര്യയുടെ സ്വർണമൊക്കെയും വിറ്റ് അതിന് വേണ്ടി മുഴുകി ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ കടങ്ങളായി അതിൽ ലയിച്ചു പോയി അവസാനമായി ഒരു മാർഗവുമില്ലാതെ സുസൈഡിലേക്ക് വരെ എത്തുന്ന ഒരു അവസ്ഥ ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ സമ്പത്ത് സാധുക്കൾക്ക് നിങ്ങൾ ചെലവഴിക്കുക, പള്ളിക്ക് കൊടുക്കുക, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുക, പാവപ്പെട്ട യതീമിൻ്റെ കല്യാണത്തിന് കൊടുക്കുക, മംഗളത്തിന് വേണ്ടി ഖുർആൻ പറഞ്ഞതാണ്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. എന്നിട്ട് ഖുർആൻ ആയത്തിൽ തന്നെ പറയുന്നു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരുപാട് നെറ്റ്വർക്ക് ബിസിനസ്സുകൾ, ആ ബിസിനസ്സുകളിൽ അതിൻ്റെ പിന്നിൽ വഞ്ചിക്കപ്പെടുന്ന എത്ര സമുദായമാണ്! എന്തെല്ലാം പേരുകളിലാണ് ഇന്ന് ബിസിനസ്സുകൾ നടത്തുന്നത്? ഓൺലൈൻ ബിസിനസ്സുകൾ എന്തെല്ലാം പേരിലാണ്? ഉലമാക്കളൊക്കെയും വ്യക്തമായി പറയുന്നു, അത്തരം ഹറാമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്താൻ പാടില്ല. അതിൻ്റെ പിന്നിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ സുസൈഡിലേക്ക് എത്തുന്ന ഒരവസ്ഥ, നിങ്ങളെ എല്ലാം നഷ്ടപ്പെടുന്നതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്നെത്തരുത്. ഖുർആൻ പറഞ്ഞതല്ലേ? ആ സുസൈഡിലേക്ക് എത്തുന്ന കാരണങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ സുസൈഡ് ചെയ്താൽ റബ്ബ് തആല പൊറുക്കപ്പെടുമോ? ഖുർആൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു വിഷയമാണ്. കഞ്ചാവിലേക്കും
അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്കും, അതുപോലെ തന്നെ നിങ്ങൾ ജൂതാട്ടത്തിലേക്കും, ഇത്തരം കളികൾ, മൊബൈലിൽ ഉണ്ടാക്കുന്ന ഇത്തരം കളികൾ, അത് ജൂതാട്ടങ്ങളുടെ പരിധിയിൽ പെടുന്നതാണ്. ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. അമുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഓ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ജൂതാട്ടങ്ങളും ഇത്തരത്തിലുള്ള നിങ്ങളുടെ വഞ്ചിക്കപ്പെടുന്ന ബിസിനസ്സുകളൊക്കെയും അതൊക്കെയും മിൻ അമലി ശൈത്വാൻ, ശൈത്വാനിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, മുഅ്മിനീങ്ങളെ നിങ്ങൾ വിട്ടുനിൽക്കുക എന്ന ഖുർആന്റെ പ്രഖ്യാപനമല്ലേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഈ ആശയം നിങ്ങൾ ഉൾക്കൊണ്ടാൽ, ഇതിനൊക്കെയും നിങ്ങൾ വിട്ടുനിന്നാൽ നിങ്ങൾ വിജയികളാകും. ഖുർആനാ വ്യക്തമായി പറഞ്ഞത്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ശൈത്താനാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ശൈത്താൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും ശത്രുതകളും, നിങ്ങൾ സുസൈഡിലേക്കും എത്തിക്കുന്ന ഒരു അവസ്ഥ ശൈത്താൻ നിങ്ങൾ പ്രേരണ നൽകുന്നു ഇത്തരം അനാചാരത്തിലൂടെ. ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലലിനെ തൊട്ട്, അല്ലാഹു അനിസ്വലാ, നിസ്കാരത്തിനെ തൊട്ട് ഇത്തരം അനാചാരങ്ങൾ നിങ്ങളെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, ഫഅൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? നിങ്ങൾക്കൊന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? ഖുർആനല്ലേ പറഞ്ഞത്. ഖുർആൻ വ്യക്തമായി നിസാ സൂറത്തിന്റെ 29-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ സുസൈഡ് ചെയ്യരുത്, നിങ്ങൾ സുസൈഡ് ചെയ്യരുത്. ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടബാധിതരായാലും നിങ്ങൾ സുസൈഡ് ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങൾക്ക് താൽക്കാലികമായി പ്രയാസമുണ്ടെങ്കിലും അല്ലാഹു തആല നിങ്ങൾ അറിയുന്നവനും നിങ്ങളോട് കൃപയുള്ളവനുമാണ് എന്ന് നിസാ സൂറത്തിന്റെ 29-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, സുസൈഡ് ചെയ്തതിന്റെ ശിക്ഷ എന്താണ്? മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി. ഒരാൾ ഒരു കാര്യം കൊണ്ട് സുസൈഡ് ചെയ്താൽ, എന്തുകൊണ്ടാണോ സുസൈഡ് ചെയ്തത്, അതേ ശിക്ഷ നാളെ പരലോകത്ത് അവനിക്ക് ശാശ്വതമായി നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്ക്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ബിയദിഹി യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം. ഒരാൾ കത്തി കൊണ്ട് കുത്തിയിട്ടാണ് സുസൈഡ് ചെയ്തതെങ്കിൽ നാളെ നരകത്തിൽ അതേ കത്തി കൊണ്ട് അവൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും, സുസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നു, ഖാലിദം മുഖല്ലദം ഫിഹാ അബദ, എന്നെന്നും അവൻ ശാശ്വതമായിട്ട് അവൻ അതേ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വമൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം. അവൻ വിഷം കുടിച്ചിട്ടാണോ, അവൻ ഭയാനകമായ വിഷം കുടിച്ചിട്ടാണോ സുസൈഡ് ചെയ്തതെങ്കിൽ അതേ വിഷം കുടിച്ചുകൊണ്ടേ നരകത്തിൽ അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖാലിദം മുഖല്ലദം ഫിഹാ, എന്നെന്നും ആ വിഷം ഇങ്ങനെ കുടിച്ചവൻ സുസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവിടെ മരണമില്ല. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, ഒരാൾ പർവ്വതത്തിൽ നിന്ന് ചാടിയിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിന്റെ മുകളിലേക്ക് കയറി അവൻ താഴോട്ട് ചാടിയതാണ് എങ്കിൽ ഫവയതറദ്ദാ ഫീ നാരി ജഹന്നം, അതേപോലെ തന്നെ ജഹന്നം എന്ന നരകത്തിലും അങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ ചാടി അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടി ഇങ്ങനെ സുസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഖാലിദം മുഖല്ലദം ഫിഹാ അബദാ, എന്നെന്നും അതാണ് അവനിക്ക് ശിക്ഷ. നിന്റെ താൽക്കാലികമായ പ്രയാസമാണോ, രോഗമാണോ, അല്ലെങ്കിൽ കടബാധ്യതത്തിന്റെ അതിന്റെ പ്രയാസം നിങ്ങൾ ഈമാൻ കൊണ്ട് സഹിച്ചു നിൽക്കലാണോ വേണ്ടത്? അതല്ല നാളെ ജഹന്നം എന്ന നരകത്തിൽ ശാശ്വതമായ നിങ്ങൾക്ക് ഈ ശിക്ഷയാണോ വേണ്ടത്? എന്തുകൊണ്ടാണോ നീ ഇവിടെ സുസൈഡ് ചെയ്തത്, അതേപോലത്തെ ശിക്ഷ നാളെ ജഹന്നം എന്ന നരകത്തിൽ അതേപോലത്തെ ശിക്ഷ നിനക്ക് ശാശ്വതമായി ഇവിടെ ലഭിക്കാനുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുസൈഡ് ചെയ്ത ആൾക്ക് മയ്യത്ത് പോലും നിസ്കരിച്ചിട്ടില്ല എന്ന ഹദീസ് കാണാം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അന്ന റജുലൻ കാനത് ബിഹി ജിറാഹത്തുൻ ഫഅതാ ഖറനൻ ലഹു ഫഅഖദ മിസ്ഖസൻ ഫദബഹ ബിഹി നഫ്സ.
ഒരാൾക്ക് പ്രയാസമുണ്ട്, രോഗബാധിതനാണ്, അദ്ദേഹം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു, മുറിച്ചു കളഞ്ഞു, അദ്ദേഹം മരിച്ചു. ഫലം യുസല്ലി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മയ്യത്തിനെ കൊണ്ടുവന്നപ്പോൾ ആ മയ്യത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ഇതിനേക്കാളും അപ്പുറം എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഹദീസല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സൂസൈഡ് ചെയ്ത ആളുകൾ വളരെ അധികം സൂക്ഷിക്കണം. അത് ഭയാനകമായ ശിക്ഷയാണ്. കള്ളും കഞ്ചാവും നിങ്ങൾക്ക് പ്രേരണ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ ബുദ്ധികളെ കൊണ്ട് നെറ്റ്വർക്ക് ബിസിനസ്സിലൂടെ നിങ്ങൾ വഞ്ചിതരാക്കപ്പെടുന്നുണ്ട്. താൽക്കാലികം നിങ്ങൾ 10,000 കെട്ടിയാൽ നിങ്ങൾക്ക് 20,000 ലഭിക്കും. 1,00,000 കെട്ടിയാൽ മാസത്തിൽ 25,000 ലഭിക്കും, അല്ലെങ്കിൽ 50,000 ലഭിക്കും. പക്ഷേ താൽക്കാലിക ആശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ അവർ കെട്ടിച്ചമച്ച വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങി നിങ്ങളുടെ സർവ്വതും നഷ്ടപ്പെടുന്നു എങ്കിൽ ആ സുസൈഡിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക, നിങ്ങൾ നാശത്തിലേക്ക് ചെന്നെത്തരുത്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാരാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുസൈഡ് ചെയ്ത ആളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാളും അപ്പുറം എന്താ പറയാനുള്ളത്? എന്തുകൊണ്ടാണോ അവൻ സുസൈഡ് ചെയ്തത്, അവൻ കയറെടുത്ത് തൂങ്ങിയതാണോ എങ്കിൽ അതേ ശിക്ഷക നാളെ ജഹന്നം എന്ന നരകത്തിൽ അങ്ങനെ അവൻ കയറെടുത്ത് ഇങ്ങനെ സുസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാരാകട്ടെ. ഇങ്ങനെ എത്ര വിഷയങ്ങളാണ് പറയാനുള്ളത്. ഖുർആനിന്റെ ഒരേ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് പ്രകാരം, പേടിക്കുന്നത് പ്രകാരം പോലെ നിങ്ങൾ ദുനിയാവിൽ പേടിച്ച് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല എന്ന ഖുർആനിന്റെ ഈ പ്രഖ്യാപനം എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.